നെഞ്ചിൽ നഞ്ചു കലക്കും വഞ്ചകർ വാഴും കാലം. നാടിൻ നെഞ്ചിൽ നഞ്ചു കലക്കും വഞ്ചകർ വാഴും കാലം. കലികാലം ഇത് കലികാലം. കുക്കിന് കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം. കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും കാലം. കൊക്കിന് കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം. കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും കാലം. കലികാലം ഇത് കലികാലം. ചിരിക്കുപിറകിൽ മൂർച്ചക്കത്തികൾ ഒളിച്ചു വെക്കും കാലം. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കും ചാപ്പന്മാരുടെ കാലം. ചിരിക്കുപിറകിൽ മൂർച്ചക്കത്തികൾ ഒളിച്ചു വെക്കും കാലം. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കും ചാപ്പന്മാരുടെ കാലം. കലികാലം ഇത് കലികാലം. കലികാലം ഇത് കലികാലം. ലാബുദിക്കണ നേരമായിതാ പ്രിയ സാജിദ മാല കോർത്തു ചാർത്തിട മാറിലായി ചാഞ്ഞിട ഓർത്തു വെച്ച ബേത്ത് പാടിട മഞ്ഞു പെയ്യും കാലമായിതാ പ്രിയ സാജിദ കൂടൊരുക്കി കാത്തിരിക്കുമെൻ അടുക്കളയിൽ കയറി 10 മണിക്കൂറായി. ഒരു ചായ ഉണ്ടാക്കാൻ ഇത്രയും സമയം വേണം. ചായക്കട നടത്തുന്ന ഞമ്മളെ തന്നെ അനക്ക് കെട്ടുവനായി കിട്ടിയത് എന്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഇമാതിരി വാക്ക് മറ്റാരോടെങ്കിലും പറയാൻ പറ്റുമോ എന്റെ പാപ്പു? കെട്ടിയ കാര്യമൊന്നും പറയണ്ട. ഇന്നെ മാത്രമേ കെട്ടൊന്നും പറഞ്ഞു എന്റെ പാപ്പാന്റെ കയ്യും കാലം പിടിച്ചത് നിങ്ങൾ മറന്നാ? ഇതൊക്കെ കാണാനും കേൾക്കാനും ആണല്ലോ പഠിച്ചോനെ നീ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഇനിയിപ്പോ ഇവളൊന്ന് കണ്ണുരുട്ടി പേടിപ്പിക്കാൻ പറ്റുവാ? അപ്പൊ വരും സംഘടനക്കാർ പീഡനമൊന്നും പറഞ്ഞു. ഞങ്ങളെ പോലത്തെ പെണ്ണുങ്ങൾ ജീവിച്ചു. ഇതിപ്പോ പത്രത്തിൽ കണ്ടി പുതിയ നിയമം. അടുക്കള പണി ചെയ്യുന്ന ഭാര്യമാർക്ക് കൂലി ഇനത്തിൽ ദിവസം 100 ഉറുപ്പ്യ കൊടുക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ കൂലി ഇനത്തിൽ ഞമ്മക്കല്ലേ ഇങ്ങോട്ട് തരേണ്ടതെന്ന്. പണി മുഴുവ ഞമ്മ ചെയ്യണം, പൈസ മേടിക്കാനുള്ളൂ. അതോ ഈ ചായ ചൂടോടെ കുടിച്ചേ അതിന്റെ ചൂടെല്ലാം മാറട്ട്. ഏത് കാലം തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാ ഇമാതിരി പാട്ടുകൾ. ഏത് പാട്ടെടുത്താലും ഉണ്ടാവും അതിലൊരു ഫാത്തിമ, ഒരു കൽബ്, ഒരു മൊഞ്ചത്തി, പിന്നെ ഒരു സജിനി. ഇതെല്ലാം കണ്ടും കേട്ട് ആളുകൾ അവനും കഞ്ഞിയും പോലെ ആയി മടുത്ത് പണ്ടാരടങ്ങിയില്ലേ. ഈ ഒരു കാര്യമൊക്കെ ആ ചാനലൊന്ന് മാറ്റിയ പണമില്ലാതെ വിഷമിക്കുന്ന ഒരാളാണോ നിങ്ങൾ? നാളുകൾ കഴിയുന്തോറും കടക്കണിയിൽ നിന്നും കടക്കണിയിലേക്ക് വീഴുന്നവരാണ് മിക്ക പേരും. ഒപ്പം മനപ്രയാസവും. ഇതിനെല്ലാം പരിഹാരം പണമാണ്. പണം ലഭിക്കണമെങ്കിൽ ഇതാ ഈ തങ്ക ഏലസ് ധരിച്ചാൽ മാത്രം മതി. 7 ദിവസം കൊണ്ട് നിങ്ങൾക്കും ഒരു ധനികനാകാം. ഏതായാലും നമുക്കൊന്ന് വാങ്ങിക്കെട്ടണം. ഒരെണ്ണം കെട്ടിയതിന്റെ പാട് ഞമ്മക്ക്. ആളുകളൊക്കെ വലിയ നിലയിലാകുന്നതും പണക്കാരാകുന്നത് ഇങ്ങനൊക്കെ തന്നെയാ. നീ ഒന്ന് മുണ്ടാണ്ടിരിക്കണ്ടേ പാത്തു? അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം തമാശയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യും. BPL-കാരായ കുറെ ആൾക്കാരല്ലേ നമ്മളെ നാട്ടില്. അവർക്കെല്ലാം ഓരോന്ന് വാങ്ങി കെട്ടാൻ പറ. അവര് പണക്കാരാവൂലേ? സർക്കാരിനെ അവർക്ക് പിന്നെ 1 ഉറുപ്പ്യ കൈ കൊടുക്കുകയും വേണ്ട. ഏതായാലും നമുക്കൊന്ന് വാങ്ങി കെട്ടി നോക്കാപ്പാ. എന്തിനും ഒന്നാക്കുന്നത്? ഒരു 5 എണ്ണം വാങ്ങി കെട്ടിക്കോ. 2 എണ്ണം കൈമി, 2 എണ്ണം കാമി, ഒന്ന് കൗത്തിലും. പച്ചേന്റെ ഈ കൗത്ത് കെട്ടുമ്പോ കൗത്ത് മുറുകാതെ നോക്കിയാ മതി. നിങ്ങൾക്ക് പേരിനൊരു പെട്ടിക്കടയെങ്കിലും ഉണ്ട്. ആ അപ്പുറത്തോട്ടുള്ള രാമേന്ദ്രനോ റോഡ് സൈഡ് ചീപ്പും കണ്ണാടി വിട്ട് നടന്നോനാ. ഓന് പേടെത്തി.
ഇതുപോലൊക്കെ വാങ്ങിക്കിട്ടിയതിനു ശേഷം ഓൻ വലിയ പണക്കാരനായതെന്ന് കുടുംബശ്രീത്തെ പെണ്ണുങ്ങളെല്ലാം പറയുന്നുണ്ടായി. മടിച്ചു നിൽക്കാൻ സമയമില്ല. സമയം വളരെ വിലപ്പെട്ടതാണ്. ഈ തങ്ക ഏലസ് ഓരോ മാസത്തിലും ആദ്യം സ്വന്തമാക്കുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഓരോ നാനോ കാറാണ്. അത് ശരിയാണ്. സമയം നല്ലോണം വിലപ്പെട്ടതാണ്. നിങ്ങൾ ആ ടിവിയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ഞെക്കി വിളിക്ക് മനുഷ്യ. നമ്പർ ഒന്ന് പറഞ്ഞ 048484. നമസ്കാരം സർ. ആകെയും തങ്ക ഏലസിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് ഞങ്ങൾ. ഉണ്ണിരാജ്, ഇത് കങ്കരാജ്. നിങ്ങൾ വന്ന കാലിൽ നിൽക്കാണ്ട് ആത്തേക്ക് വാ, കുത്തി വാ. നിങ്ങളെ കുറിച്ച് ഇപ്പൊ ഞമ്മള് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂന്ന്. അതാണ് സർ ഞങ്ങളുടെ കമ്പനിയുടെ പ്രത്യേകത. നിങ്ങൾ മനസ്സിൽ കാണുമ്പോൾ ഞങ്ങൾ മാനത്ത് വായിച്ചെടുക്കും. അല്ലപ്പാ, ഈ സാധനം മേങ്ങാന്ന് വെച്ചാ തന്നെ ഈ കായ് എത്രയാവും? അല്ല സർ, നിങ്ങൾ ഇതിന്റെ വിലയല്ല നോക്കേണ്ടത്. നിങ്ങൾക്ക് സമ്പത്തും മനസമാധാനവും കൊണ്ടുവരുന്ന ഈ തങ്കേലസ് വാങ്ങിക്കാൻ ആദ്യം തയ്യാറാവുകയാണ് വേണ്ടത്. ഇത് വല്ലത് നടക്കുന്ന കാര്യമാണോ മാഷേ? ഇത് പീതാംബരക്കുറുപ്പ്. 5 സെന്റ് ഭൂമി മാത്രം കൈവശമുള്ള ഒരു കർഷകൻ. ഇന്ന് കോടീശ്വരനാണ്. കോടീശ്വരൻ. നെക്സ്റ്റ് ഇതാരാണെന്നറിയോ? ഷാജിയം നമ്പ്യാർ. നമുക്കൊക്കെ അറിയാമോ, സാധാരണ ഒരു കർഷക കുടുംബത്തിൽ ഏക ആന്തരിയാണ്. ഒന്നും കൈവശം ഉണ്ടായിരുന്ന. ഇന്ന് കോടീശ്വരൻ. കാരണം തങ്കേലസ് മാത്രം. നെക്സ്റ്റ്. എന്നാലും നിങ്ങൾ ഒരു സുമാറ് വില പറ. അയ്യോ സർ, സുമാറൊന്നുമില്ല. ഇനി കൃത്യമായ വില മാത്രം 29,999 രൂപ മാത്രം. പഠിച്ചോനെ, 29,999 ഉറുപ്പ്യ. ആ കായ് ഉണ്ടായെങ്കിൽ ഞാൻ എന്റെ പെട്ടിക്കട ഉഷാറാക്കിയേനെ. എന്നാ മനുഷ്യ, നിങ്ങൾ ഈ തണുത്ത വെള്ളം കുടിച്ചേ, നിങ്ങളെ മനസ്സൊന്ന് തണുക്കട്ടെ. അല്ല സാറേ, ഇത്രയും തുക ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുറച്ച് വില കുറക്കാൻ പറ്റുമോ? നോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വില ഫിക്സഡ് ആണ്. മാഡം, ഇതിന് വേണ്ടുന്ന ബാങ്ക് ലോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പനി ശരിയാക്കി തരാം. ഓക്കെ, എന്നാ നോക്കാം. നിങ്ങളൊന്ന് സമ്മതിക്കും മനുഷ്യ. എന്നാ ശരി. എന്നാ ഓക്കെ. കുളിച്ച് ശുദ്ധിയായി ദേഹത്തണിഞ്ഞാൽ മാത്രം മതി. സമ്പത്ത് കുമിഞ്ഞുകൂടും. ബൈ. 29,999 അതിന്റെ പലിശയുടെ പലിശ കൂട്ടിട്ട് ബാങ്കിൽ നിന്ന് അവസാനം വന്നപ്പോൾ ഒരു ഭാഗ്യാണ് ഇത്. നമസ്കാരം, ഐ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാന്ത്രിക ഏലസിന്റെ പേരിൽ വൻ തട്ടിപ്പ്, 2 പേർ പിടിയിൽ. എൻഡോസൾഫാൻ നഷ്ടപരിഹാര തുക നൽകിയില്ല, സമരസമിതി പ്രതിഷേധത്തിനൊരുങ്ങുന്നു. സ്കൂൾ പരിസരത്ത് പാൻ മസാല വ്യാപകമാകുന്നു, പോലീസ് വൻ റെയ്ഡിന് ഒരുങ്ങുന്നു. വാർത്തകൾ വിശദമായി. മാന്ത്രിക ഏലസിന്റെ പേരിൽ വൻ തട്ടിപ്പ് നടത്തിയ 2 പേരെ പോലീസ് പിടികൂടി. മാന്ത്രിക ഏലസിന്റെ പേരിൽ വൻ തട്ടിപ്പ്. മാന്ത്രിക ഏലസിന്റെ പേരിൽ വൻ തട്ടിപ്പ് നടത്തിയ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് നടത്തിയ വിദഗ്ധ പരിശോധനയിൽ ഇവരുടെ കയ്യിൽ നിന്നും നിരവധി ഏലസുകൾ കണ്ടെത്തി. വിവിധ പ്രായക്കാർക്ക് ധരിക്കാവുന്ന വെള്ളി, സ്വർണം, ചെമ്പ് തുടങ്ങിയ ഏലസുകളാണ് കണ്ടെത്തിയത്. തട്ടിപ്പിന് ഇരയായ നിരവധി കുടുംബങ്ങൾ ഇപ്പോൾ പെരുവഴിയിലാണ്.
നിങ്ങൾ വിഷമിക്കേണ്ട. ഏതെങ്കിലും ഒരു തട്ടിപ്പിന് ഇരയായ വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങൾക്ക് ഇനിയെങ്കിലും ഇതിൽ നിന്ന് രക്ഷ നേടണ്ടേ? എങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഇതുവരെ നിങ്ങൾ അകപ്പെട്ട തട്ടിപ്പിൽ നിന്നും ഇനി വരാനിരിക്കുന്ന തട്ടിപ്പിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്. അതിനായി ഇതാ ഈ പഞ്ച ഏലസ് ധരിച്ചാൽ മാത്രം മതി. ഇതിന്റെ വില 50,995 രൂപ മാത്രം. ഏതായാലും നമ്മ കുണ്ടില് വീണു. ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലാ? ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണിട്ടും പച്ചവെള്ളം കണ്ടാലും തിളച്ച വെള്ളം കണ്ടാലും ഈ പൂജ മേടിക്കുന്നില്ല പഠിച്ചോരെ. 10 ലഭിച്ചാൽ 100 ദാഹം, 100 1000 ആക്കാൻ മോഹം, 1000 10,000 ആശയ്ക്കുലകിതിലളവുണ്ടാമോ? കലികാലം ഇത് കലികാലം, കലികാലം ഇത് കലികാലം, കള്ളപ്പറയുടെ കാലം. നാടിൻ നെഞ്ചിൽ നഞ്ചു കലക്കും വഞ്ചകർ വാഴും കാലം. നാടിൻ നെഞ്ചിൽ നഞ്ചു കലക്കും വഞ്ചകർ വാഴും കാലം. കലികാലം ഇത് കലികാലം. കൊക്കിന് കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം. കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും കാലം. കൊക്കിന് കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം. കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും